മൗലവിയോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത്രയധികം ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്നതും അതിനെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നതും? അതെ അതെ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആളുകൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളെ വിലയിരുത്തുമ്പോൾ അതിൽ പ്രധാനമായി 3 കാര്യങ്ങളാണ് ആളുകൾക്ക് മാനസികമായ വിഷാദങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വരുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്നെന്ന് പറഞ്ഞാൽ അത് ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. അതിലൊന്ന് ഇപ്പോൾ രോഗം. അപ്രതീക്ഷിതമായ ഒരു വലിയ രോഗം ഒരാളെ പിടികൂടി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അസ്വസ്ഥനാകും. കാരണം അത് അയാളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ആ രോഗം കൊണ്ട് മരിക്കുമോ എന്നുള്ളൊരു പേടിയും ഒക്കെ അയാൾക്കുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ആശങ്ക ഉണ്ടാവും. അതേപോലെ വരുന്ന മറ്റൊരു ജീവിത പ്രശ്നമാണ് ജോലി, സാമ്പത്തിക കാര്യങ്ങളിൽ വരുന്ന പ്രയാസങ്ങൾ. ഇത് വരുമ്പോഴും ആളുകളാകെ തകർന്നു പോകും. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വിവാഹമാണ്. കാരണം നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വൈവാഹികമായ കാര്യത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മരണം വരെ ഒന്നിച്ച് കഴിയാനും അതിലൂടെ നമ്മളെ മക്കൾ, നമ്മുടെ നല്ല ജീവിതം, സന്തോഷം എല്ലാം വിവാഹത്തെ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ വലിയ സ്വപ്നങ്ങൾ വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്ക് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വിവാഹം മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ പ്രയാസകരമായി വരുമ്പോൾ അവർ വല്ലാതെ തകർന്നു പോകും. അതുകൊണ്ടാണ് ഈ നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ആളുകൾ നമ്മോട് ചോദിക്കുകയും അതെങ്ങനെ പരിഹരിക്കാം, എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഈ ചോദ്യങ്ങളുമായിട്ട് വരാനുള്ള ഒരു കാരണം അതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് എന്തോന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു മുമ്പ് കാലഘട്ടങ്ങളിലൊന്നും വിവാഹത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഒരുപക്ഷെ ഇതിനേക്കാളും പ്രശ്നങ്ങൾ മുമ്പ് സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ അന്നത്തെ പൊതുവേ ഉള്ളൊരു നിലപാടെന്താ വെച്ചാൽ, ഏതായാലും വിവാഹം കഴിഞ്ഞു, ഇനി ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന സഹിച്ച് എല്ലാം ക്ഷമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് പൊതുവേ സ്ത്രീകൾ മുമ്പുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവിത സൗകര്യങ്ങളിൽ നിന്നും ഭർത്തൃ വീട്ടിലെത്തുന്ന ആളുകൾ അവിടെ എന്ത് കഷ്ടപ്പാടാണെങ്കിലും അതൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകും. പക്ഷെ ഇന്ന് നമ്മളൊക്കെ വളർന്നു വരുന്ന ചുറ്റുപാടിൽ സാധാരണഗതിയിൽ നമ്മുടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരൊന്നും ജീവിതത്തിൽ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഏത് പാവപ്പെട്ട കുടുംബങ്ങളിലാണെങ്കിലും അവരൊക്കെ വളരെ സമാധാനത്തിലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് വളരെ സുഭിക്ഷമായിട്ടാണ് ജീവിച്ചത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി എന്തു ചെയ്യും, ചെറിയ പ്രശ്നങ്ങളല്ല, ഒരു വിവാഹ ജീവിതത്തോടുകൂടെ ഭർത്തൃ വീട്ടിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുക്കുന്നൊക്കെ പ്രയാസങ്ങൾ വരുന്നതോടുകൂടെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ നിലയ്ക്ക് വിവാഹം കഴിയുന്ന ധാരാളം വിവാഹങ്ങൾ വിവാഹമോചനത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് ഇന്ന് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്, ഫോണിൻ്റെ ഉപയോഗങ്ങൾക്കുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഭൂരിപക്ഷവും എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാന വകുപ്പാണ് ഈ അവിഹിത ബന്ധങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആ അവിഹിത ബന്ധങ്ങൾ വരുന്നതോടുകൂടെ സാധാരണ നമുക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തിന് എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. പക്ഷേ ഒരു ഭർത്താവിനൊരു അവിഹിതമുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് നഷ്ടപ്പെട്ട പോലെയാണ് ആ സ്ത്രീക്ക് തോന്നുന്നത്. കാരണം ഒരു സ്ത്രീ എന്ന നിലക്ക് ഞാൻ ആവശ്യമില്ലാതായി, അല്ലെങ്കിൽ ഞാൻ മതിയാകാത്തവളായി മാറി. അതുകൊണ്ട് സ്വാഭാവികമായും അയാളുടെ ഇപ്പോഴത്തെ മനസ്സും സ്നേഹവും ശ്രദ്ധയുമെല്ലാം മറ്റൊരു സ്ത്രീയിലാണെന്ന് വിചാരിക്കുന്നതോടുകൂടെ എന്ത് ചെയ്തു, അവിടെ നമ്മൾ വിചാരിക്കും ഒരു ബന്ധം നിലനിൽക്കുന്നു എന്ന് വിചാരിച്ചാൽ പോലും ഭർത്താവിന് എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിഹിതങ്ങൾ ഭർത്താക്കന്മാർ സംഭവിച്ചു പോയാൽ ഒരു നിലക്കും സഹിക്കാൻ പറ്റില്ല. പിന്നെ ദീനിയായിട്ട് ഇങ്ങനെ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു ഹറാമിലേക്ക് തൻ്റെ ഭർത്താവ് പോയി എന്ന് പറയുമ്പോൾ അതും സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ തീർച്ചയായും എന്തു ചെയ്യും, ഭാര്യമാരിൽ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഈ ചില പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതോടുകൂടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ വരും. പിന്നെ ഇപ്പം ഈ ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങൾ പഴയ കാലത്തെ പോലെ തന്നെ അതുപോലെ തന്നെ നിലനിൽക്കണം. കാലങ്ങളേറെ മാറിയിട്ടും അമ്മായിമ്മ മരുകൾ പ്രശ്നങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഭർത്താക്കന്മാരുടെ ജോലി,
പല ആളുകളും എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇങ്ങനത്തെ കുറേ കാരണങ്ങൾ എന്താണ് ഇന്ന് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വിചാരിച്ചാൽ ഒന്നിച്ച് ജീവിച്ച് ഭംഗിയായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ അവർക്ക് വിജയകരമായൊരു ദാമ്പത്യം സാധ്യമാകും. പക്ഷെ പലപ്പോഴും ഒന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് അങ്ങനെ ചില ഉപദേശങ്ങൾ ആവശ്യമുണ്ടാവും. അപ്പോൾ അവളത് ആവശ്യപ്പെടും, നമ്മൾ കൊടുക്കും. പക്ഷേ ഭർത്താവിനൊരു താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ട് എനിക്ക് ഒരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കും. പക്ഷേ ഭാര്യ സഹകരിക്കില്ല. രണ്ടുപേരും കൂടെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി പരിഹരിച്ച് എല്ലാവരും നയിക്കുന്ന പോലെ ഒരു കുടുംബജീവൻ നയിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നടക്കും. അതിന് പറ്റുന്ന നിലക്കുള്ള ഉപദേശങ്ങളും മാർഗദർശനങ്ങളൊക്കെ നൽകാൻ ഇസ്ലാമികമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു ശ്രമം എന്ന നിലക്കാണ് എല്ലാവരും നമ്മുടെ ഈ ചോദ്യോത്തരങ്ങളിലൊരു പ്രതീക്ഷ അർപ്പിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്.